ഹലോ! ഞാനപ്പോ എന്റെ ചിറ്റയും കൂട്ടി എങ്ങോട്ടാ പോകുന്നേന്നറിയോ? നമ്മള് സ്പാ ചെയ്യാൻ പോവാണ് ട്ടോ. ഹെയർ സ്പാ ആണേ ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും ചെയ്യുന്നുണ്ട്. അപ്പാ ഞങ്ങള് പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഷിയാൻ മെൻസ് സ്ക്വയർ ആണ് ട്ടോ. അത് നമ്മുടെ ആലപ്പുഴയിലുള്ളതാണ്. അങ്ങോട്ടേക്കുള്ള പോക്കാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ട്ടോ അവിടുത്തെ പുതിയ ലോഞ്ചില് പോകുന്നത്. അപ്പൊ ഇതാണ് മെൻസ് സ്ക്വയർ, മെൻ ആൻഡ് ഷീ സ്ക്വയർ. അപ്പം നമ്മള് സ്റ്റെപ്പ് കേറിയൊക്കെ വേണം ട്ടോ പോകാനായിട്ട്. അപ്പൊ അങ്ങോട്ട് പോയപ്പോ നമ്മള് ആദ്യം കേറി ചെല്ലുമ്പഴേ ഇതാ കണ്ടോ ഇങ്ങനത്തെയൊക്കെ ഒരു ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഉള്ള ഒരു ആംബിയൻസ് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കണ്ടോ. കുറേ ലൈറ്റനിങ് ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഒരു കുതിര ഇരിപ്പുണ്ട്, ഒരു വെള്ള കുതിര. അതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഒരു ടി വി ഉണ്ട്, എ സി, എല്ലാം കൊണ്ട് നല്ലൊരു ഭംഗിയാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ അകത്തോട്ട് കയറുമ്പോഴേ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ക്ലിയോപാട്രയാണ് കേട്ടോ. അവിടെ വെച്ചിരിക്കുന്ന ക്ലിയോപാട്രയുടെ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് കാണാനായിട്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ദ ബിഗ്ഗസ്റ്റ് ഫാമിലി സലൂൺ എന്നൊക്കെ അവരിട്ടിട്ടുണ്ട്. പിന്നെ കുറേ നേരം ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്നു. കാരണം എന്നോട് അവർ ചെന്നപ്പോഴേ പറഞ്ഞു വെയിറ്റ് ചെയ്യാനായിട്ട്. എന്തോ എന്നെ അവർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ചിറ്റയെ അങ്ങോട്ട് വിട്ടു. കാരണം ചിറ്റയ്ക്ക് പെഡിക്യൂറും കൂടെ ചെയ്യാനുണ്ട്. അപ്പം വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തൊക്കെ കയറി ചുമ്മാ ഇങ്ങനെ ഓരോ ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് എൻ്റെ മുഖത്തെ ഓരോന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ആ ക്ലിയോപാട്ര ആയിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വെക്കാം. അങ്ങനെ വെച്ചു. പിന്നെ എന്നെ അങ്ങ് വിളിച്ചു. എന്തോ ഞാൻ അവിടെ നിന്നോട്ട് കുറേ കോമാളിത്തരം കാണിക്കുന്നുണ്ടായിരിക്കും. അവർക്ക് എന്നെ അങ്ങ് വിളിക്കേണ്ടി വന്നു. അങ്ങനെ എന്നെ വിളിച്ചു. അപ്പം എനിക്കറിയാവുന്ന കുട്ടിയാണ് കേട്ടോ. ഇത് ആസാംകാരിയാണ്, ചിത്ര എന്നാണ് പേര്. കാരണം ഞാൻ നേരത്തെ ഒരു സലൂണിൽ വുമൻസ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞൊരു സലൂണുണ്ട്. അപ്പോൾ അവിടെ പോയപ്പം ആ കുട്ടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചിത്ര എന്നാണ് പേര്. അങ്ങനെ ഞാൻ ഫേഷ്യൽ ചെയ്യാൻ പോയി, എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ആ കുട്ടി ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരിയാണ് എൻ്റെ ഹെയർ വാഷും എല്ലാം ചെയ്തു തന്നത്. സ്പാ മൊത്തം ആളാണ് കേട്ടോ ചെയ്തു തന്നത്. പിന്നെ ആ പുള്ളിക്കാരിയായിട്ട് ഞാൻ കുറേ സംസാരിക്കുമായിരുന്നു. വേറൊന്നുമല്ല, എൻ്റെ ഹെയറിൻ്റെ നീളം കണ്ടിട്ട് ആ പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഹെയർ ഒന്ന് ഷോർട്ട് ആക്കണം. പക്ഷേ എനിക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ. എൻ്റെ അമ്മയെ ഞാൻ വെട്ടിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്നെ വെട്ടുമെന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ സാഹസത്തിന് മുതിർന്നില്ല. പിന്നെ എന്നെ ഇങ്ങനെ മുടി കഴുകി എനിക്കിങ്ങനെ കെട്ടിയൊക്കെ തന്നു. പിന്നെ അതിങ്ങനെ തുടച്ചൊക്കെ തരികയാണ് കേട്ടോ. നല്ല രസമായിരുന്നു മുടി കഴുകിയപ്പം. നല്ല സ്മെല്ലാണ് അവരുടെ ആ ഷാമ്പൂവിന് കേട്ടോ. അവരൊരു ഷാമ്പൂ ഇട്ട് കഴുകുന്നതിന് നല്ല സ്മെല്ലാണ്. പിന്നെ നല്ലതുപോലെ മുടി അവർ വാഷ് ചെയ്ത് അതിങ്ങനെ ഡ്രൈ ആക്കുവാണ് കേട്ടോ ഒരു ടർക്കി വെച്ച്. പിന്നെ ഷോർട്ട് ഹെയർ ആക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സമ്മതിക്കത്തില്ല. എൻ്റെ ഹസ്ബൻഡിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ അമ്മ സമ്മതിക്കത്തില്ല. അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീ മുടി വെട്ടിയിട്ട് വരുവാണെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റത്തില്ല, മുട്ടുകാല് തല്ലിയിടിക്കുന്നു. അപ്പോൾ ആ ഒരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ചിറ്റ പുറകിലിരുന്ന് കണ്ടോ പെഡിക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിറ്റയും സംസാരിച്ചുകൊണ്ട് കത്തി വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ എനിക്ക് എൻ്റെ തല കണ്ടിട്ട് നല്ല ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ നനഞ്ഞ കോഴിയുടെ കൂടെ ഇരിക്കത്തില്ലേ, അതുപോലെ. കാരണം എൻ്റെ മുടിക്ക് ഉള്ളില്ല, തിക്കല്ല, എൻ്റെ തിൻ ഹെയർ ആണ്, ഹെറിഡിറ്ററി ആണ്. എൻ്റെ വീട്ടിൽ ആർക്കും അങ്ങനെ മുടിയൊന്നും ഇല്ല കേട്ടോ. അത് തന്നെ എനിക്കും വന്നു. പിന്നെ അവരുമായിട്ട് ഞാൻ കത്തി വെക്കാൻ തുടങ്ങി. വേറൊന്നുമല്ല, എൻ്റെ കൂടെ പഠിക്കുന്ന 2 പിള്ളേരുണ്ടായിരുന്നു. പഠിക്കുന്നതല്ല, പഠിച്ചിരുന്നത് ബിഫാമിന്. ഡോൾമ വാങ്മോ എന്ന് പറഞ്ഞിട്ട് 2 പേര്. അപ്പോൾ അവർ 2 പേരെ അറിയാമോ ആസാം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അറിയാമെന്നൊക്കെ. പക്ഷേ അവർക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേന്ന് വെച്ച് ഞാൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് കത്തി വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മാസ്ക് ഇട്ടു. മാസ്ക് നേരത്തെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്തോ ഞാനിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരങ്ങ് മിണ്ടാതിരിക്കുകയായി. പിന്നെ ചിരിയായി, കളിയായി, പിന്നെ ഞങ്ങളങ്ങ് കൂട്ടായി. പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു വാ തോരാതെ. പിന്നെ പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട്. മുടി ഇങ്ങനെ വെട്ട് എന്ന് പറഞ്ഞു. കാരണം എൻ്റെ മുടി ഭയങ്കര തിന്നാണ് അങ്ങ് താഴെ വരുമ്പം. അപ്പോൾ അതൊന്ന് ഇച്ചിരി ഒന്ന് ട്രിം ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തോ എനിക്ക് പേടിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ നല്ലപോലെ സെർച്ച് ചെയ്യും എൻ്റെ മുടി വെട്ടിയോ എന്ന്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ വെട്ടാഞ്ഞത്. എനിക്ക് വെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവർ ആ ക്രീമൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണാടി നോക്കുമ്പോൾ ചിരി വരുമായിരുന്നു. നമ്മുടെ ഈ നരച്ചിട്ടിരിക്കത്തില്ലേ മുടി, അതുപോലാണ് ആ ക്രീം തലയിൽ വെച്ചിട്ട് ഉള്ള ശേഷം എൻ്റെ മുഖം കാണാൻ കേട്ടോ. ചിരി വരുന്നുണ്ട്, പക്ഷെ നമുക്കിങ്ങനെ പൊട്ടിച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവർ വിചാരിക്കത്തില്ലേ, അവർക്ക് നമ്മളുടെ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് തന്നെ അവർ വിചാരിക്കത്തില്ല നമ്മൾ പൊട്ടിച്ചിരിച്ച് കഴിഞ്ഞാൽ അവരെ കളിയാക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ചിരിയൊക്കെ അടക്കി പിടിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിറ്റയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ചിറ്റ എന്നാ എടുക്കുമോ എന്നൊക്കെ. ചിറ്റയുടെ കഴിഞ്ഞ് നിൽക്കുവാന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെയെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് കണ്ടോ എൻ്റെ മുടി കണ്ടിട്ട് ഞാൻ തന്നെ അറിയുമോ കണ്ടില്ലേ എന്നൊക്കെ. പിന്നെ അവരെനിക്ക് ആ ക്രീം ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു മസാജ് ഉണ്ട്, എൻ്റെ ദൈവമേ, നമ്മളെ അങ്ങ് ഉറക്കി, നമ്മൾ സ്വർഗത്തിൽ പോയെന്ന് പറയാം. അതുപോലത്തെ ഒരു മസാജാണ്. എനിക്ക് ഒരുപാട് ആ മസാജ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഫോൺ താഴെ പോവും. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അതുപോലത്തെ മസാജാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ എടുക്കുന്നത്. കണ്ടോ, പിന്നെ അവരെനിക്ക് ഫോർഹെഡിലൊക്കെ മസാജ് ചെയ്യാൻ തുടങ്ങും. നല്ലൊരു മസാജാണ്. നമ്മളങ്ങ് ഉറങ്ങിപ്പോവും, നമ്മുടെ എല്ലാ ക്ഷീണവും പോവും. അതുപോലെ മസാജ് ചെയ്യാണ് കേട്ടോ.
അപ്പം നല്ലൊരു സർവീസായിരുന്നു കേട്ടോ ചിത്രയുടേത്. ചിത്ര എനിക്ക് നല്ലതുപോലെ മസാജൊക്കെ ചെയ്തു തന്നു. കാരണം ഇവർക്ക് മസാജ് ചെയ്യാനൊക്കെ നല്ലപോലെ അറിയാൻ തോന്നുന്നു. കാരണം പണ്ട് ഞാൻ വുമൻസിൽ പോയ സമയത്താണെങ്കിലും എനിക്ക് ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ഇവരുടെ മസാജ് ഉണ്ടായിരുന്നു. നല്ല മസാജാണ്, നമ്മളെങ്ങനെ റിലാക്സ് ആക്കും, നമ്മളുടെ എല്ലാ സ്ട്രെസ്സും മാറ്റും. അതുപോലെ മസാജ് ചെയ്യും കേട്ടോ. എന്നിട്ട് എൻ്റെ മുടി കേട്ടോ അമ്മക്കെട്ട് കെട്ടി പിന്നെ അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറയും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ വെയിറ്റ് ചെയ്യാനിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോഴും വെയിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാനിത് അമ്മക്കെട്ടൊക്കെ കെട്ടി ഒരു പട്ടി ഷോ ഒക്കെ കാണിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ സമയവും നോക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക്. ഞാനിവിടെ വന്നത് 11:15, ഇറങ്ങിയത് 2 മണിക്കാണ് കേട്ടോ. ഞാനാണെങ്കിൽ വിശന്ന് പൊരിഞ്ഞുമാണ് ഇരിക്കുന്നത്. എന്തേ കണ്ടോ. എന്നിട്ട് എൻ്റെ ഹെയർ വാഷ് ചെയ്ത് വീണ്ടും ഒരു ടർക്കി വെച്ച് പൊതിഞ്ഞെന്നെ. എന്നിട്ട് അത് വീണ്ടും തുടച്ചൊക്കെ ക്ലീൻ ആക്കി തരുന്നുണ്ട്, ഡ്രൈ ആക്കി തരുന്നുണ്ട്. ആ കുട്ടി ഭയങ്കര പേഷ്യൻ്റ് ലെവൽ കൂടുതലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് ചിരിക്കുന്നുണ്ട്, അത് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തോ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അതിന്. കാരണം ഞാൻ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ആദ്യം മുതലേ. അങ്ങനെ എൻ്റെ മുടി നല്ലതുപോലെ അത് ഡ്രൈ ആക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേറ്റേന്ന് നോക്കി ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഒരുപാട് നമുക്ക് അങ്ങനെ ലോങ് ആക്കാൻ പറ്റില്ല. പിന്നെ സ്പീഡും കൂടെ ആക്കിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ കൈ കഴിച്ച് ഞാൻ വേറൊരു കയ്യിലോട്ടൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചേക്കുവാണ്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ആ കൊച്ച് ഹെയർ ഡ്രൈ ആക്കുന്നത്. പിന്നെ എൻ്റെ ആ ഹീറ്റർ വെച്ചുമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഷോർട്ട് ഹെയർ ആക്കാൻ വലിയ ആഗ്രഹമാണ്. എന്ത് ചെയ്യാനാ, വീട്ടിൽ സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല ഗായ്സ്. പിന്നെയും നനഞ്ഞ കോഴിയെപ്പോലെ കണ്ട് മുടിയായിട്ടുണ്ട്. ഇനി അതൊന്ന് ഹീറ്റൊക്കെ ചെയ്ത് ആക്കണം. പിന്നെ അതൊരു സെറം ഇട്ട് കേട്ടോ, ഒരു സ്ട്രീക്സിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരു നീല ബോട്ടിലിൽ വരുന്ന സെറമാണ് കേട്ടോ. ആ സെറമൊക്കെ ഇട്ട് അത് നന്നാക്കി എടുക്കുന്നുണ്ട് മുടി. ആ കുട്ടി ഒരുപാട് കൺവിൻസ് ചെയ്തു കേട്ടോ എന്നോട്, ഹെയർ ഷോർട്ടാക്ക്, നിങ്ങൾക്ക് എന്നാ ബട്ടർഫ്ലൈ കട്ട് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ലെയർ ചെയ്തുകൂടെ, നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എൻ്റെ ഒരു വേവി ടൈപ്പ് ഹെയർ ആണ്, അതുകൊണ്ടായിരിക്കും എന്നോട് അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് ആഗ്രഹമുണ്ട്, വീട്ടിൽ സമ്മതിച്ചില്ല. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗായ്സ്. ഇങ്ങനെ പറയുന്ന കേൾക്കാനേ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് എന്നാ പറ്റില്ല, അമ്മയ്ക്ക് മുടി കുറവാണ്. അതുകൊണ്ട് എനിക്ക് മുടി ഇച്ചിരി നീളം ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു പ്രശ്നമാണ്. മുടി വെട്ടുന്ന അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. കല്യാണം കഴിച്ചാലെങ്കിലും എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇല്ല, ഇപ്പോഴും എൻ്റെ അമ്മയുടെ കൺട്രോളിലാണ്. എൻ്റെ മുടി ഒട്ടും എനിക്ക് വെട്ടാൻ പറ്റത്തില്ല. ഞാൻ വിഷ്ണുചേട്ടനുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വട്ടം വെട്ടിയിട്ടുണ്ട്. അത് പക്ഷേ വിഷ്ണുചേട്ടനെ ഞാൻ മുൻനിർത്തിയാണ് ഞാൻ പോയി മുടി വെട്ടിയത്. വിഷ്ണുചേട്ടനോട് ചോദിച്ചാൽ വിഷ്ണുചേട്ടൻ പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് മുടി വെട്ടിയത് കേട്ടോ, എൻ്റെ ഹെയർ കളറിങ് ചെയ്ത സമയത്ത്. പക്ഷെ അന്ന് എനിക്ക് നല്ല ചീത്ത കിട്ടിയായിരുന്നു അമ്മയോട്, അങ്ങനെ വെട്ടരുത്, മുടി വെട്ടരുത്, എന്നോട് പറഞ്ഞിട്ടില്ലേ, മുടി വളരത്തില്ല, അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷെ അമ്മയോട് ഞാൻ എപ്പോഴും പറയും മുടി വളരും അമ്മേ, മുടി വളരും അമ്മേ. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ മുടി വെട്ടിയാലും മുടി വളരും എന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ സമ്മതിക്കത്തില്ല. അമ്മയ്ക്ക് എന്തോ മുടി വെട്ടുമ്പോൾ എന്തോ അങ്ങ് ചങ്ക് പൊട്ടുന്ന പോലെ വേദനയാണ്. ഭയങ്കര പ്രശ്നമാണ് അമ്മയ്ക്ക് മുടി വെട്ടിക്കഴിഞ്ഞാൽ. എന്തേലും ആട്ടെ, നമ്മൾ വീട്ടുകാർ പറയുന്ന കേൾക്കണമല്ലോ എന്നോർത്ത് ഞാൻ മുടി വെട്ടിയില്ല. പക്ഷെ ഞാൻ വിഷ്ണുചേട്ടൻ വന്നാൽ ഉടനെ പോയി മുടി വെട്ടും. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. കാരണം വിഷ്ണുചേട്ടൻ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കും. ഇത് പക്ഷേ എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് അടി കിട്ടും ഗായ്സ്. അതുകൊണ്ടാട്ടോ ഞാൻ മുടി വെട്ടാതെ. പിന്നെ പുതിയ വേറൊരാൾ വന്നിട്ട് നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ചേട്ടനാണേലും എന്നോട് ആദ്യം പറഞ്ഞിരുന്നു, ഞാനതൊന്നും വീഡിയോ എടുത്തില്ല, മുടി വെട്ടാൻ പറഞ്ഞിരുന്നു. കാരണം ഒന്ന് ജസ്റ്റ് താഴത്തെ ട്രിം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ കർക്കിടകമാണ്, മുടി വെട്ടരുതെന്നൊക്കെ വീട്ടിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ വെട്ടിയില്ല. എത്ര പേര് കൺവിൻസ് ചെയ്താലും ഞാൻ അതിലൊന്നും വീണില്ല. വീഴാൻ പാടില്ല, കാരണം വീട്ടിൽ വന്നാൽ അമ്മ വെട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വീണില്ല, ഒന്നിനും ഞാൻ വീണില്ല. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്പാ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഹെയറിന്. ഇപ്പം ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ഹെയർ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് സ്പാ ചെയ്യുന്നത് നല്ലതാണ്. നമ്മളിങ്ങനെ സലൂണിൽ പോയി തന്നെ സ്പാ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് വീട്ടിലെ സാധനങ്ങൾ വെച്ചും സ്പാ ചെയ്യാം. പക്ഷേ എനിക്ക് മോനുള്ളതുകൊണ്ട് വീട്ടിലിരുന്ന് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നേക്കാൾ മുന്നേ അവൻ കയറി ഓരോന്നും പെറുക്കി തേക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സലൂണിൽ വന്നത് സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നാൽ എന്തായാലും ചീത്ത ഉറപ്പാണ്. കാരണം ഞാൻ 11:15 ഇറങ്ങിയതാണ്. ഇപ്പോൾ 2 മണിയായിട്ടും ഞാൻ വീട്ടിലോട്ട് തിരിച്ചെത്തിയില്ല. കുഞ്ഞിനെ അമ്മ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, നമുക്കത് മൊത്തവും മുഴുവിപ്പിച്ചിട്ട് പോകാം എന്ന് വെച്ച് ഞാനിങ്ങനെ സമാധാനത്തിലിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, നീ ഇറങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. കാരണം സ്കൂട്ടിയിലൊക്കെ പോയതുകൊണ്ട് അമ്മ വിചാരിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന്. പക്ഷേ എവിടെന്ന്, ഞാൻ ആദ്യം തന്നെ കുറേ നേരം പോസ്റ്റ് അടിച്ച് നിങ്ങളെ ഞാൻ കാണിച്ചതല്ലേ. ഇവിടെ ഇന്ന് സ്റ്റാഫ് കുറവാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും പോസ്റ്റ് കിട്ടിയത്. എന്തായാലും ഈ ചേട്ടന് ഓരോന്നും എടുത്തെടുത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പുള്ളിക്കാരൻ
ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുരുട്ടി ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കേളിങ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു സ്ട്രെയിറ്റ് ചെയ്ത് തന്നെ ഇട്ടോളാൻ പറഞ്ഞു. കണ്ടോ, അതാണ് ആ ചേട്ടൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു സ്ട്രെയിറ്റ് ചെയ്ത് ഇട്ടോളൂ എന്നുള്ള രീതിയിൽ ഞാൻ തലയാട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പേടിയാണ്. കാരണം ഇവർക്ക് നമ്മളുടെ ഭാഷ ലാംഗ്വേജ് ഇവർക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ ഇവരെ കളിയാക്കുന്ന പോലെ ഇവർക്ക് തോന്നുമെന്ന് വെച്ച് പിന്നെ എൻ്റെ തല ഞാൻ ഇവരുടെ കയ്യിലും കൊടുത്തേക്കുമല്ലേ, അതുകൊണ്ട് എനിക്കൊരു പേടി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്ന കേട്ടോ. അപ്പം സ്പാ ചെയ്യുന്ന നല്ലതാണ്. സ്പാ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഹെയറിന് ഇടയ്ക്കൊക്കെ ഒന്ന് കെയർ ചെയ്യുന്നത് നല്ലതാണ്. സ്പാ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാറ്റാനായിട്ട് സ്പാ ഹെൽപ്പ് ചെയ്യും. സ്പാ നമുക്ക് വീട്ടിലിരുന്നും നാച്ചുറലായിട്ടും ചെയ്യാം, അല്ലാതെ നമുക്ക് ഇവിടെ പോയി ചെയ്യാവുന്നതാണ് കേട്ടോ. സലൂണിൽ പോയി ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ അവർ നന്നായിട്ട് ഒരു റിലാക്സേഷനായിട്ട് മസാജും ഒക്കെ തരും കേട്ടോ. അപ്പം നമുക്ക് ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ മുടി കിടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല മഴയായിരുന്നു. മഴ എനിക്ക് പണി തന്നു.